എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് സാരിയുടെ ഫോൾ എങ്ങനെയാണ് പിടിപ്പിക്കുന്നതെന്നാണ്. വീട്ടിൽ തയ്യൽ മെഷീൻ ഉള്ളവർക്ക് വളരെ ഈസി ആയിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റും. നോർമൽ സ്റ്റിച്ച് മാത്രമുള്ള തയ്യൽ മെഷീനിൽ ഇത് ചെയ്തെടുക്കാൻ പറ്റില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് കൈകൊണ്ട് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് മെഷീനിലും ചെയ്തെടുക്കാം. ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. സാരിയുടെ അരികു പീക്കോ ചെയ്യേണ്ടതാണെങ്കിൽ ആദ്യം തന്നെ അരികു ഭാഗം ഒന്ന് പീക്കോ ചെയ്ത് കൊടുക്കാം. അതിനു വേണ്ടിയിട്ട് പീക്കോ സ്റ്റിച്ചുള്ള ഈ പ്രഷർ ഫൂട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം സ്ട്രെയിറ്റ് സ്റ്റിച്ച് വരുന്ന ഭാഗം രണ്ടാമത്തെ നമ്പറിലും സിക്സാഗ് സ്റ്റിച്ച് വരുന്ന ഭാഗം നാലാമത്തെ നമ്പറിലും ഇട്ട് കൊടുക്കാം. നല്ല സിൽക്ക് സാരിയൊക്കെ ആണെങ്കിൽ ലോക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല, അരികൊന്ന് കെട്ടിക്കൊടുത്താൽ മതി. ഞാനിവിടെ ഒരു സിൽക്ക് സാരിയിലാണ് ചെയ്യുന്നത്. നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി ജസ്റ്റ് ഒന്ന് പീക്കോ ചെയ്യുവാണ്. ഇവിടെ ഇപ്പോൾ രണ്ട് സൈഡും പീക്കോ ചെയ്തെടുത്തിട്ടുണ്ട്. എക്സ്ട്രാ ഉള്ള നൂലൊക്കെ കട്ട് ചെയ്ത് കളയാം. പീക്കോയും ഫോളും ഒക്കെ ചെയ്യുമ്പോൾ എപ്പോഴും എടുത്തിരിക്കുന്ന സാരിയുടെ അതേ കളർ നൂലും എടുക്കണം. സാരി ഫോൾ പിടിപ്പിക്കുന്നതിന് സ്ട്രെയിറ്റ് സ്റ്റിച്ചിൻ്റെ പ്രഷർ ഫൂട്ടാണ് ഉപയോഗിക്കുന്നത്. ആദ്യം തന്നെ ഫോളിൻ്റെ രണ്ട് ഭാഗവും ഒന്ന് അടിച്ചെടുക്കാം. ഈ സമയത്ത് സിക്സാഗിൻ്റെ ഓപ്ഷൻ ഒന്നാമത്തെ നമ്പറിലും സ്ട്രെയിറ്റ് സ്റ്റിച്ചിൻ്റെ ഓപ്ഷൻ നാലാമത്തെ നമ്പറിലും വയ്ക്കണം. അതിനുശേഷം ഫോളിൻ്റെ രണ്ട് സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് സൈഡും ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ ഉള്ള നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം സാരി ഉടുക്കുമ്പോൾ അടിഭാഗം വരുന്നിടത്തു നിന്ന് 10-11 ഇഞ്ച് വിട്ടതിന് ശേഷം സാരി ഫോൾ ഒന്ന് അടിച്ച് പിടിപ്പിച്ചെടുക്കാം. സാരി ഫോളിൻ്റെ അറ്റത്ത് നിന്ന് ഒരു 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം വേണം അടിച്ചു തുടങ്ങാൻ. ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ 1/2 ഇഞ്ച് ഫോളിൻ്റെ അരികു വിട്ടതിന് ശേഷം വേണം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാൻ. സാരിയുടെ ഏറ്റവും അടിഭാഗത്ത് സ്റ്റിച്ച് വരുന്ന രീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഫോളിൻ്റെ അടിഭാഗം സാരിയിൽ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. സാരിയുടെ അതേ കളറിലുള്ള നൂല് കൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് പെട്ടെന്ന് സ്റ്റിച്ചൊന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അടുത്തതായിട്ട് ചെയ്യേണ്ടത് സാരി ഇതുപോലെയൊന്ന് മറിച്ചിട്ടതിന് ശേഷം നമുക്ക് കൈകൊണ്ട് ഇതൊന്ന് ടക്കിട്ട് കൊടുക്കാം. ഇതുപോലെ ടക്കിട്ട് കൊടുക്കുമ്പോൾ ഫോൾ നല്ല ലെവലായിട്ട് പിടിച്ചു വെച്ചതിന് ശേഷം വേണം ചെയ്തു കൊടുക്കാൻ. ഇതുപോലെ ഫോളിൻ്റെ അങ്ങേയറ്റം വരെ ചെയ്തെടുക്കാം. ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഫോൾ ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഫോളോ സാരിയോ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അടുത്തതായിട്ട് ഫോളിൻ്റെ മുകൾ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കണം. സിക്സാഗ് ഓപ്ഷനുള്ള മെഷീൻ മേടിക്കുമ്പോൾ ഇതുപോലെ എക്സ്ട്രാ ഒരു സാധനം കൂടെ കിട്ടും. അത് ഈ മെഷീനിലൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് സ്ട്രെയിറ്റ് സ്റ്റിച്ചിന് ഉപയോഗിക്കുന്ന പ്രഷർ ഫൂട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇത് ഫിക്സ് ചെയ്യാൻ അറിയാത്തവർ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാകും. ഇത് നേരെ വെച്ചിട്ട് വേണം ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ. പ്രഷർ ഫൂട്ടിൻ്റെ സൈഡിലായിട്ടൊരു സ്ക്രൂ ഉണ്ട്, അത് ചെറുതായിട്ടൊന്ന് ലൂസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ സാധനം അതിനകത്തേക്ക് വെച്ച് സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഇത് നേരെ വെച്ചിട്ട് വേണം ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ. അതിനുശേഷം ഏത് രീതിയിലാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് ആ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ സാരി ഫോൾ ഫിക്സ് ചെയ്യുന്നതിൻ്റെ ഓപ്ഷൻ F എന്ന ഓപ്ഷനാണ്. അതിനുശേഷം ഏത് സ്റ്റിച്ചാണ് വരേണ്ടതെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ സിക്സാഗ് ഓപ്ഷനാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. സ്ട്രെയിറ്റ് സ്റ്റിച്ച് രണ്ടാമത്തെ നമ്പറിലും സിക്സാഗ് ഓപ്ഷൻ നാലാമത്തെ നമ്പറിലേക്കും മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫോൾ ഫിക്സ് ചെയ്ത് തുടങ്ങാം. നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം വേണം ഫോൾ ഫിക്സ് ചെയ്ത് തുടങ്ങാമെന്ന്. വരുമ്പോൾ ഇത്രയും എക്സ്ട്രാ വരും. ഇതിനി ഇതുപോലെ നേരെ വെച്ചങ്ങ് അടിച്ചു കൊടുക്കാം. ഈ ഒരു രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഈസി ആയിട്ട് നമുക്ക് ഫോൾ ഫിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ആദ്യം തന്നെ ഇത് കൈകൊണ്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതുകൊണ്ട് സാരിയോ ഫോളോ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോകുമെന്നുള്ള ടെൻഷനും വേണ്ട. വളരെ ഈസി ആയിട്ട് നമുക്ക് ഫോൾ ഫിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് കുറച്ച് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ആദ്യമായിട്ട് ചെയ്യുന്നവർ സാധാരണ ഒരു തുണിയിൽ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം വേണം സാരിയിൽ ഇത് ചെയ്തു നോക്കാൻ. നേരത്തെ തന്നെ കൈകൊണ്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതുകൊണ്ട് ഇനി സാരിയോ ഫോളോ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോകുമെന്നുള്ള ടെൻഷനും വേണ്ട.
ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് സ്പീഡിൽ സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല. പതുക്കെ പതുക്കെ വേണം ഇതൊന്ന് ചെയ്തെടുക്കാൻ. എങ്കിൽ മാത്രമേ ഓരോ ഡോട്ട് ഡോട്ടായിട്ട് കൃത്യമായിട്ട് സ്റ്റിച്ച് സാരിയിലോട്ട് വീണ് കിട്ടുകയുള്ളൂ. നമ്മൾ കൈകൊണ്ട് തയ്ക്കുന്നതിനേക്കാൾ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് മെഷീനിൽ ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. സ്റ്റിച്ചിങ്ങും നല്ല സ്ട്രോങ് ആയിരിക്കും. ഇതുപോലെയുള്ള മെഷീനുള്ളവർ ഇതുപോലെ സാരി ഫോൾ പീക്കോ ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഈ മെത്തേഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കണ്ട. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.